നക്ഷത്ര കന്യകൾ ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. ശരിക്കും എഫോർട്ട്ലെസ്, ശരിക്കും നല്ല ഒരു എന്താ പറയുക ഡ്രസ്സിങ് അറ്റയറും എല്ലാം ഒരു ശരിക്കും ഒരു ഗായകന്റെ ഡ്രസ്സിങ് അറ്റയറും നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ. കാണുന്ന പോലെ തന്നെയാണ് പാട്ടും. യൂഷ്വലി ഇപ്പോഴത്തെ സിംഗേഴ്സ് സോങ് കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കാനായിട്ട് ഓട്ടോ ട്യൂണൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗോഡ് ഗിഫ്റ്റഡ് ആയിട്ട് മോൻ്റെ വോയിസേ അങ്ങനെയാണ്, ഫുൾ ഒരു ക്വാളിറ്റി. ഇനി ഒരു എഫക്ട്സിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇൻസ്ട്രുമെൻ്റൽ വോയിസ് എന്ന് പറയാം. അത്ര പ്യുവർ, അത്രയും ക്വാളിറ്റി ഉള്ള ഒരു വോയിസാണ് മോൻ്റെ. അത് ഭയങ്കര മനോഹരമായിട്ട് പാടി. വിത്ത് ഓൾ ദി എഫക്ട്സ് നമുക്കൊരു സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത ട്രാക്ക് കേൾക്കുന്ന പോലെ ഉണ്ടായിരുന്നു മോൻ പാടുന്നത്. ബ്ലെസ്സഡ് ആണ് കേട്ടോ മോൻ. എസ്പെഷ്യലി ഹൈ നോട്ട്സ് ഒക്കെ നല്ല രസമുണ്ടല്ലേ അതിൽ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ അതുപോലെ മോൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ ഭയങ്കര നല്ലതായിരുന്നു, ഉച്ചാരണമൊക്കെ ഭയങ്കര നന്നായിരുന്നു മോനെ. സോ പ്ലീസിങ്. താങ്ക് യു. ഈ പാട്ട് പഠിക്കുവാണോ? ടീച്ചറാണോ സാറാണോ പഠിപ്പിക്കുന്നത്? ടീച്ചർ. ആ അതാണ് അത്. ശരിക്കും ഞാനൊരു ഇത് കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 12 വയസ്സ് വരെ, അതായത് ആൺകുട്ടികളുടെ സൗണ്ടിന്റെ ആ കട്ടി വരുന്നത് വരെ ടീച്ചറുടെ അടുത്ത് പഠിക്കണം, അതിനുശേഷം സാറന്മാരുടെ അടുത്ത് പോയി പഠിക്കണം, അങ്ങനെ ഒരു ഇത് കേട്ടിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സിംഗർ മറ്റേ നിഖിലേട്ടൻ അറിയാമോ? നിഖിലേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പാട്ട് പഠിക്കുന്നപ്പോൾ ഞാൻ എൻ്റെ മോനെ പാട്ട് പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്കും നിഖിലേട്ടൻ പറഞ്ഞതാണ്. അപ്പോൾ ഇത് ആർക്കും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ടിപ്പായിട്ട് എടുത്തോളൂ. എന്തായാലും എക്സലന്റ്, ഒന്നും പറയാനില്ല, അടിപൊളി. നമ്മളെ ലക്ഷ്മി പറയുമ്പോൾ ഉഗ്രം പരിപാടിയായിരുന്നു. സ്കൂളിലെ സ്റ്റാർ ആണോ? പാട്ടുകാരനല്ലേ, അപ്പൊ ഒബ്വിയസ്ലി സ്റ്റാർ ആയിരിക്കണമല്ലോ. ആണോ? ഡബിൾ ആയിട്ട് ഇനി സ്റ്റാർ ആവാൻ പോവാണ് ഈ സ്റ്റേജിൽ നിന്ന് കേട്ടോ. ഒരുപാട് കോമ്പറ്റീഷൻസിനൊക്കെ പോകാറുണ്ടോ? പെൺകുട്ടികളൊക്കെ ഒരുപാട് പേര് ഫാൻസ് ആയിട്ട് കാണുമായിരിക്കുമല്ലോ. ഒരു പാട്ട് പാടുമെന്ന് പറഞ്ഞ് വരാറുണ്ടോ? ആരും വരാറില്ലേ? പക്ഷെ ഇനി ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോഴേക്കും വരും. ഇനി വരും, ഉറപ്പായിട്ടും വരും. എന്തായാലും മുറുകെ പിടിച്ച പാട്ടിന്. ഒരു കാര്യം അറിയാണ്ട്, ഈ അബിക്കുട്ടന്റെ ചേച്ചി ഒരു ഡാൻസറാണ്. ഓ, എന്താ ചേച്ചിയുടെ പേര്? എൻ്റെ പേര് അനുശ്രീ. അനുശ്രീ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അനിയൻ ഒരു പാട്ട് പാടിയ ചേച്ചി ഡാൻസ് കളിക്കാൻ പറ്റുമോ? ഓ, ചെയ്യാം. നമ്മൾ എഴുന്നേക്കണം എന്ന് എനിക്ക് തോന്നി. ബിക്കോസ് ഒരു ഫാമിലിയിലെ 2 ആർട്ടിസ്റ്റ് വന്ന് പെർഫോം ചെയ്യുന്നത് ബിഗ് തിങ്, എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമൊന്നും അല്ല അത്. നല്ലൊരു രസമായിരുന്നു അല്ലേ? നല്ലൊരു ഒരുപാട് ഫീൽ ഉണ്ടായിരുന്നു. ഡാൻസർ, ഒരു ആർട്ട് ഇവിടെ സംഭവിക്കുന്ന ആ ഒരു ബോണ്ട്സ്, ബ്രദർ സിസ്റ്റർ, ആ റിലേഷൻഷിപ്പ്, ഒരുപാട് ഫാക്ടേഴ്സ് ആയിരുന്നു ഈ ഒരു സ്റ്റേജ് നിങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കി. ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ഫീലിംഗ് നിങ്ങൾ ഇങ്ങോട്ട് ഗിഫ്റ്റ് ചെയ്തു. ഒരു സന്തോഷം അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ മുഖത്ത് കാണാനുണ്ടായിരുന്നു അവർ പെർഫോം ചെയ്യുമ്പോൾ. ശരിക്കും ഭയങ്കര പ്രൗഡ് പാരന്റ്സ് ആണ്, നല്ല ബ്ലെസ്ഡ് ആണ് അവർ. നല്ല മക്കളെ കിട്ടിയില്ലേ? ഒരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. ഞാൻ ഫസ്റ്റ് ആയിരിക്കും കാണുന്നത്. ബ്രദർ സിസ്റ്റർ, ബ്രദർ പാടി സിസ്റ്റർ ഡാൻസ് ചെയ്യുന്നു. ഞാൻ ഇതുവരെ കണ്ടതിൽ ഒരു ഫസ്റ്റ് ടൈം ആയിരിക്കും ഇത് ഞാൻ വിറ്റ്നസ് ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് വെരി സ്പെഷ്യൽ ഫോർ മീ. ഭയങ്കര നന്നായിരുന്നു. അതുപോലെ സൗഭാഗ്യ മറ്റേ എന്താ പറയാ, മോഹിനിയാട്ടത്തിന്റെ ഞാനും പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത് RLVന്ന്. സോ മോഹിനിയാട്ടം ഒരു ആർട്ടിസ്റ്റിനെ കണ്ടപ്പോഴും ഫെൽറ്റ് റിയലി ഹാപ്പി. താങ്ക് യു. നന്നായിരുന്നു കേട്ടോ. അത് രണ്ടുപേരും ഓൾ ദ വെരി ബെസ്റ്റ് രണ്ടാൾക്കാർ. താങ്ക് യു. ചേച്ചിയുടെ കൂടെ ചേച്ചിയുടെ ഹസ്ബൻഡ് ആണ് ഏറ്റവും വലിയൊരു കാര്യമാണ് അല്ലേ, കൂടെ പാർട്ട്ണറിനെ കൂടെ സപ്പോർട്ട് ഉണ്ടാവാന്ന് പറയുന്നത്. സോ അതിന് വലിയൊരു കയ്യടി. വൈഫ് ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കണം എന്നൊക്കെ നേരത്തെ ഉണ്ടായിരുന്നോ അതോ ഇറ്റ് ഹാപ്പൻസോ? അങ്ങനെയാണ്. പക്ഷെ ഇഷ്ടമാണ് അല്ലേ ഇത് കണ്ടിന്യൂ ചെയ്യുന്നല്ലേ? എന്നാൽ അതൊരു വലിയ കാര്യമാണ് കേട്ടോ, ഒരു ഡാൻസറിന്റെ ലൈഫ് അങ്ങനെ മുന്നോട്ട് പോകാൻ സമ്മതിക്കുന്നത്. എന്തായാലും നല്ലൊരു ഭാവി നേരുന്നു രണ്ടുപേർക്കും.
അബിക്കുട്ടൻ്റെ പെർഫോമൻസിൻ്റെ റിസൾട്ട് ഇപ്പം നമുക്ക് അറിയാൻ പറ്റില്ല, എലിമിനേഷൻ എപ്പിസോഡിലേ അറിയാൻ പറ്റുള്ളൂ. അതുവരെയുള്ള പെർഫോമൻസ് എല്ലാം ഇതുപോലെ തന്നെ നന്നാക്കാൻ നോക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.